ബേക്കറികളിൽ നിന്നൊക്കെ ആയിരുന്നു കൂടുതൽ കോളുകൾ വന്നത്. അപ്പോൾ അവരോടൊക്കെ ഒഴിവ് പറഞ്ഞ് അങ്ങ് ഒഴിവാക്കിയതൊക്കെ. കാരണം എന്ന് വെച്ചാൽ അവർക്ക് 3 മണി കൃത്യസമയമാകുമ്പോൾ അവിടെ എത്തണം. നമ്മൾ ഇതാക്കിയിട്ട് ആകുമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ അവരെയൊക്കെ ഒഴിവാക്കി. ബേക്കറിയും ഹോട്ടലുകാരെയും അങ്ങനെയെല്ലാം അവരെല്ലാം ഒഴിവാക്കി. ഒരു ഹോട്ടൽ എടുത്തിട്ടുണ്ടായിന്, അതിനോട് പഠിക്കുകയും ചെയ്തിന്. നല്ലോണം ബുദ്ധിമുട്ടിയിട്ടുണ്ടത്. പിന്നെ അങ്ങനെ അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പം തന്നെ നമ്മൾ തന്നെ അവരോട് ആവില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഒഴിവാക്കിയതാണ്. പിന്നെ കസ്റ്റമർ ഓരോരുത്തരായിട്ടും വിളിക്കാൻ തുടങ്ങി. അപ്പോഴൊക്കെ 100 എന്നെല്ലാം പറയുമ്പോൾ ആ സമയത്ത് ഭയങ്കര വലിയൊരു സംഖ്യ പോലെയായിരുന്നു. അപ്പം നമ്മൾ പറയാണ്ടിരിക്കാൻ വയ്യ. എന്താ വെച്ചാൽ എൻ്റെ ആങ്ങളെ ഓനോട് അമ്മ വിളിച്ചിട്ട് ചോദിക്കും, എന്താക്കണ്ട് 100 എണ്ണത്തിന് ഓർഡർ വന്നിട്ടുണ്ട്. അപ്പോൾ ഓന് സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ട്. ധൈര്യം ഫുള്ള് പകർന്നതാണ്. അതിന്നില്ല, അത് സിമ്പിൾ. അത് എത്ര പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഓൻ്റെ ആ വർത്തമാനത്തിലാണ് നമ്മൾ ശരിക്കും വീണത്. അങ്ങനെയാണ് നമുക്ക് നല്ലൊരു ധൈര്യം കിട്ടിയത്. പിന്നെ ഒന്നും നോക്കിയില്ല. പിന്നെ പാക്കറ്റ് ആക്കേണ്ടത് എങ്ങനെയെന്നില്ല ഒന്നും അറിയില്ല. അപ്പോൾ അതും ഓൻ തന്നെയാണ് ചെയ്തുന്നത്. ഓനാണ് എല്ലാം പാക്കറ്റ്. പക്ഷേ നമ്മളെ പാക്കിങ്ങിൽ എല്ലാവരും ഒന്ന് വീണ്. അപ്പം ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ നീറ്റായിട്ടില്ല സെയിൽ ചെയ്യുമ്പം കാര്യങ്ങൾ നീറ്റായിട്ട് ചെയ്യണം. അപ്പോഴേ ആൾക്കാർക്ക് അത് വാങ്ങാൻ വേണ്ടിയിട്ട് തോന്നും. ഒരുപാട് ആൾക്കാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ പാക്കിങ് അടിപൊളിയുണ്ട്, കാണാൻ തന്നെ നല്ല രസമുണ്ട്. അങ്ങനെ നമ്മൾ കസ്റ്റമർ ഫുള്ളും ഒരാൾ വാങ്ങിയിട്ട് ടേസ്റ്റ് അറിഞ്ഞിട്ട് പിന്നെ അവർ വേറെ നമ്പർ കൊടുത്തിട്ട് അങ്ങനെ വിളിച്ച കസ്റ്റമറായിരുന്നു ഫുള്ളുണ്ടായത്. അപ്പം ഇങ്ങനെ തുടങ്ങേണ്ടവർക്ക് നമ്മൾ ഒന്നും ഒരുക്കങ്ങളൊന്നും ഇല്ലാണ്ട് തുടങ്ങിയതാണ്. അങ്ങനെ ആർക്കെങ്കിലും തുടങ്ങണമെങ്കിൽ തുടങ്ങാം, എന്തായാലും സക്സസ് ആവും എന്നതിലുള്ള തെളിവാണ് നമ്മളത്. ഓർഡർ വന്നപ്പോഴത്തേനും പിന്നെ ഉറക്കങ്ങളില്ലാത്ത രാത്രികളായിരുന്നു. നമുക്ക് നോമ്പിന് ഒരു പോള കണ്ണടിച്ചിട്ടില്ല. രാത്രി ചിലപ്പോൾ ഒരു 3 മണിയാകുമ്പോഴേക്കും പണിയൊക്കെ തീരുന്നത്. അപ്പോൾ ആ ടൈമിൽ ഉറങ്ങാൻ കിടന്നാൽ പെട്ടെന്ന് നെട്ടി എണീക്കും. നാളെ വൈകുന്നേരം 3 മണിയാകുമ്പോൾ ആ സംഭവമാകോ ഈ സംഭവമാകോ എന്നില്ല ഒരു ഭയമായിരുന്നു ഉള്ളിൽ ഫുള്ളും. അപ്പോൾ ഒക്കെ ആങ്ങളായിരുന്നു കട്ടക്ക് സപ്പോർട്ടായിട്ട് നിന്നത്. പിന്നെ നമ്മൾ സ്നാക്സിന് ഒരു സ്റ്റിക്കർ അടിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ സ്റ്റിക്കർ അടിക്കാൻ വേണ്ടിയിട്ട് അതിനെന്ത് പേരിടുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒന്നും ആലോചിച്ചില്ല. ഞാൻ പറഞ്ഞു, നമ്മൾ രണ്ടാളും തുടങ്ങുന്നതല്ലേ, അപ്പോൾ രണ്ടാളെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ട് തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് LB സ്നാക്സ് എന്ന് പേരിട്ടു. പിന്നെ ഇതുപോലെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഫസ്റ്റായിട്ട് പിന്നെ ഒരു 3-4 ഐറ്റംസ് വെച്ചിട്ട് തുടങ്ങുക, സ്റ്റാറ്റസ് ഇടുക. അപ്പോൾ തനിയെ ഓർഡർ വരുന്നതാണ്. അപ്പോൾ നല്ല നീറ്റായിട്ട് ആളുകളെ ആകർഷിക്കുന്ന വിധത്തിൽ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ ഒരുപാട് പേര് എന്നോട് പറയുന്നുണ്ട്, ഇപ്പം കോൾ ചെയ്തിട്ടും ഒക്കെ പറയുന്നുണ്ട് ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹമുണ്ട്. അതിൽ മെസ്സേജും വരുന്നുണ്ട് വീഡിയോൻ്റെ ഇടയിൽ. അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, എന്തായാലും സക്സസ് ആവും. ഞങ്ങൾ ഇതിൽ നിന്ന് തുടങ്ങി ഇതുവരെ എത്തിയില്ലേ, ഒരു മാസത്തേക്ക് ചെയ്യാമെന്ന് വെച്ചത് 4 വർഷത്തിലേക്ക് എത്തി. അത് തീർച്ചയായും കസ്റ്റമർ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. അപ്പോൾ എന്നും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.